ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സൂപ്പർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മധുരമൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എങ്കിൽ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം. ഒരു 1/4 കപ്പ് റവയും ഒരു 2 ടേബിൾ സ്പൂൺ ഹോർലിക്സും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ഡ്രിങ്കായിട്ട് വേണമെങ്കിൽ കുടിക്കാം, അതല്ലെങ്കിൽ പായസമായിട്ട് വേണമെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, വളരെ എളുപ്പവുമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. എങ്കിൽ നമുക്ക് ഇന്നിത് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്യൂവും പിന്നെ കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് ആദ്യം തന്നെ മാറ്റി വെക്കാം. ഇത് കോരി മാറ്റിയതിന് ശേഷം ഈ ഒരു നെയ്യിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു തവിക്ക് 2 തവി പഞ്ചസാരയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ചെറിയ തീയിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പിന്നെ കരിഞ്ഞു പോകാതെ നോക്കണം. അങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. ചെറിയ തീയിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ചെറുതായിട്ട് ചൂടായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാൻ. 1/4 കപ്പ് റവയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് തിളച്ചൊന്ന് കുറുകി വരും. ആ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. റവ ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ ഏലക്കായുടെ സീഡ് മാത്രം എടുത്ത് പൊടിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഹോർലിക്സ് ആണ്. ഞാനിവിടെ 5 രൂപയുടെ ഹോർലിക്സ് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഒരു കവർ ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും രണ്ടാമത്തേത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തേത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹോർലിക്സിന് പകരം ബൂസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതാണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. രണ്ടിനും ഏകദേശം ഒരേ ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഹോർലിക്സ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തപ്പോൾ രണ്ടാമത്തെ പാക്കറ്റ് കൂടി ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാനിവിടെ ഒരുപാടൊന്നും തയ്യാറാക്കുന്നില്ല, അതുകൊണ്ടാണ് 2 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പാക്കറ്റും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നല്ലതായിട്ട് തിളച്ച് കുറുകി വരും. ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ പാടയൊന്നും കിട്ടത്തില്ല കേട്ടോ പാലിൻ്റെ. ഇപ്പോൾ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് സമയമൊന്നും വെച്ച് തിളപ്പിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് റവ ആയതുകൊണ്ട് കുറുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ഒക്കെ ഉണ്ടല്ലോ, അത് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നട്ട്സ് ഞാനൊന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കല്ലിലിട്ട് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ അങ്ങിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ തന്നെ മധുരമൊക്കെ കഴിക്കാനായിട്ട് മിക്കവാറും ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്നതാണ് ഈ റവയും പാലും ഒക്കെ. പിന്നെ ഹോർലിക്സോ ബൂസ്റ്റോ ഇഷ്ടമുള്ളത് ഏതാണോ കടയിൽ പോയി 2 പാക്കറ്റ് ചെറുത് മേടിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ അതായത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വെക്കണ്ട, റവ പെട്ടെന്ന് കുറുകി പോവും. ഈ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് കുടിക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു ഡ്രിങ്കായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. കുറച്ച് കഴിഞ്ഞ് അതായത് തണുത്ത് കഴിഞ്ഞിട്ട് കുടിക്കുകയാണെങ്കിൽ ഒരു പായസം പോലെ കുറുകിയിരിക്കും. അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ചൂടോടുകൂടി തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ തന്നെ അങ്ങ് കുടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. ഇതുപോലെയുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പികളുമായിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്